ഇപ്പോൾ തമിഴ്നാട്ടിലെ ഗ്രാമീണ കാഴ്ചകൾ തേടിയുള്ള ഉൾഗ്രാമങ്ങളിൽ കൂടിയുള്ള എൻ്റെ യാത്രകൾ തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പണ്ട് തിരുനെൽവേലി ജില്ലയായിരുന്ന ഇപ്പം തെങ്കാശി ജില്ലയായി മാറിയ സ്ഥലത്താണ്. അപ്പോൾ തെങ്കാശിയിലെ പുളിയറയിലാണ്, പുളിയറ പഞ്ചായത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ മലനിരകളാൽ ചുറ്റപ്പെട്ടൊരു സ്ഥലമാണ്. ആര്യങ്കാവും അച്ചൻകോവിലും മലനിരകളൊക്കെയാണ് പിന്നിൽ കാണുന്നത്. നല്ല മഴക്കാലമാണ്, മഞ്ഞിങ്ങനെ മൂടി വരുന്ന ഒരു സമയമാണ്. അതേ കോട മഞ്ഞിറങ്ങി വരുന്ന കാഴ്ചകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നത്. ഇവിടുത്തെ ഗ്രാമീണരുമായിട്ട് എനിക്ക് നല്ല ഒരു അടുത്ത ബന്ധങ്ങളൊക്കെയാണ് ഉള്ളത്. ചിലരെ അപ്പോൾ പരിചയപ്പെട്ടാൽ ഒരുപാട് വർഷത്തെ ബന്ധം പോലൊക്കെ തോന്നി. ഞാൻ പിന്നിൽ കാണുന്ന ചിന്നച്ചാമി ചേട്ടന്റെ കുടിലൊക്കെയാണ്. അദ്ദേഹത്തിന് 2.5 ഏക്കർ വസ്തുവുണ്ട് ഇവിടെ. അദ്ദേഹം വ്യവസായമാണ്. അപ്പോൾ നല്ല അധ്വാനിക്കുന്ന കുറേ ആൾക്കാരുടെ നാടാണ് തമിഴ്നാട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. നമുക്ക് കാഴ്ചകൾ കണ്ടു പോകാം. ഗ്രീൻ ഡിവിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് വയലാറിന്റെ പഴയ പാട്ടിന്റെ വരികളാണ് ഓർമ്മ വരിക. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. കേരളത്തിൽ പാടിയ പാട്ടാണെങ്കിലും ഇപ്പോൾ ആ കാഴ്ചകൾ അന്വർത്ഥമാക്കുന്നത് തമിഴ്നാട്ടിൽ തന്നെയാണ്. നമ്മൾ പറഞ്ഞ പോലെ തെങ്കാശിയിലെ യാത്രയിൽ ഉൾഗ്രാമങ്ങളിലെ കാഴ്ചകൾ മനോഹരവും വ്യത്യസ്തവുമാണ്. അവിടുത്തെ ജനതയുടെ ഒരു സംസ്കാരം തന്നെ നമുക്കറിയാമല്ലോ. പൊള്ളുന്ന ചൂടിലും വിയർപ്പൊഴുക്കി പണി ചെയ്ത് നമുക്ക് അന്നം തരുന്ന ഒരു ജനതയാണ് തമിഴ്നാട്ടിലെ ജനസമൂഹം. അവരുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ദക്ഷിണാമൂർത്തി കോവില് എത്ര വർഷം? 800 வருடங்களுக்கு முன்பே தோன்றியதா. ഓ അത് ശരി. അവിടെ എല്ലാ ദിവസവും പൂജ ഉണ്ടല്ലേ? വ്യാഴാഴ്ച തോറും നല്ല പൂജ ഉണ്ട്. വ്യാഴാഴ്ച നാളല്ലേ, ഭയങ്കര കൂട്ടമുണ്ട്. എന്നാ നാളെ ബുധനാഴ്ച? ഇന്നുണ്ടല്ലേ? നാളെ വ്യാഴാഴ്ച നല്ല കൂട്ടം. വ്യാഴാഴ്ചയാണ് അവിടുത്തെ പ്രധാന ദിവസം. ഇപ്പൊ ശിവൻ കോയില ചുറ്റി കുമ്പിടக்கூடிய ഇടം പുളിയറയിലെ ഒരു ഇടം தான் இருக்கு. ദക്ഷിണാമൂർത്തി നമ്മൾ പറയുന്നത് ശിവനാണ് അവിടെ. ശിവന്റെ പ്രതിഷ്ഠയാണ്. அதுக்கு முன்னாடி கிருஷ்ணன் கோவில் இருக்கு. ഇവിടെ നിറയെ കോവിൽ ഇருக்கு. എല്ലാം ഉള്ള ഒരുപാട് വർഷം പഴക്കമുള്ള കോവില്. ഈ നടന്നു വരുന്നത് ചിന്നവേലുമാണ്. അദ്ദേഹത്തിന്റെ വ്യവസായമാണ് ഇവിടെ ഉള്ളത്. അതായത് 3 ഏക്കർ കൃഷി, അതിൽ മീൻ വളർത്തൽ വരെയുണ്ട്. അവിടെ കാവലായി ഒരു കൊച്ചു കൂരയും. രാവിലെ കൊടുക്കും അല്ലേ? കോഴിയുടെ ഇല്ല, ചീത്തയാവും. അത് വേറെ നല്ല സാധനങ്ങൾ കൊടുക്കും. കോഴി വേസ്റ്റ് ഇട്ട മാട്ടി ചാണകം കൊടുക്കും. അത് വെള്ളം ശുദ്ധീകരിക്കാൻ. ഞാൻ ഈ പുളിയറയിലെ ഉൾനാടൻ ഗ്രാമത്തിൽ എത്തിയപ്പോൾ മുതൽ നല്ല മഴയാണ്, ശക്തമായ കാറ്റും ചാറ്റൽ മഴയും. പക്ഷേ സുന്ദരമായ ഒരു കാലാവസ്ഥ തന്നെയാണ്. അവിടെയും ഈ മഴയത്തും വേലയെടുക്കുന്ന ആൾക്കാരുണ്ട്. മടകൾ വെട്ടുവാനും മടകൾ കോരി വിടുവാനും ഒക്കെയായി തൂമ്പയും കൈക്കോട്ടുമൊക്കെയായി നടന്നു നീങ്ങുന്ന ഗ്രാമീണരെ നമുക്ക് ധാരാളം കാണാൻ കഴിയും. ചിന്നവേലുവിന്റെ ഒരു സുഹൃത്ത് നടന്നു വരുന്നുണ്ട്, വിറകുമൊക്കെ ശേഖരിച്ചുകൊണ്ട്. പണക്കാർ വിറവ് വന്നാൽ പണം കയ്യിലിരിക്കും. പണിയുണ്ടായിരുന്നു അവിടെ? ഓ അത് ശരി. ഓ വേലിയാടാണ് കൂടുതലല്ലേ? കേരള ആടിങ്ങി എടുക്കില്ല. ഓ ഇവിടുത്തെ ആട് മാത്രമേ ഇവിടെ ആട്ടിൻകുളമ്പിന് ഉപയോഗിക്കൂ. കേരളത്തിൽ പണിക്ക് വന്നൊരു ചേട്ടനെയാണ് കണ്ടത് കേട്ടോ. തമിഴ്നാട്ടിൽ ഒരുപാട് പേര് കേരളത്തിൽ പണിക്ക് വന്നിട്ട് കുറച്ച് നാളുകൾ തിരിച്ചുപോയി നാട്ടിൽ വ്യവസായമൊക്കെ തുടങ്ങുന്ന ആൾക്കാരുണ്ട്. ഈ ചേട്ടൻ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പണി നടന്നപ്പോൾ അവിടെ പണിക്ക് വന്നിരുന്നാണ് പറഞ്ഞത്. ഏറെ സംസാര പ്രിയരാണ് തമിഴ്നാട്ടുകാർ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, കേരളത്തിലെ ആട്ടിറച്ചി അവർ കഴിക്കാറില്ല. അവിടുത്തെ വേലിയാടിന്റെ ഇറച്ചി മാത്രമാണ് തമിഴ്നാട്ടുകാർ കഴിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ആട്ടിറച്ചിക്ക് 1 കിലോയ്ക്ക് 500 രൂപ മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലാണെങ്കിലോ 1 കിലോ ആട്ടിറച്ചിക്ക് 1000 രൂപയാണ് വില. അപ്പോൾ തമിഴ്നാട്ടിൽ 1000 രൂപയ്ക്ക് 2 കിലോ ആട്ടിറച്ചി കിട്ടും. പിന്നെ കഴിവിന്റെ പരമാവധി എവിടെ നോക്കിയാലും പച്ചപ്പിന്റെ ഒരു കാഴ്ച തന്നെയാണ്. പൂക്കളും കൃഷിയും എവിടെയും എന്തും വച്ച് പിടിപ്പിക്കുക എന്നത് തമിഴ്നാട്ടുകാരുടെ ഒരു വലിയ ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മഞ്ഞുമൂടിയ കേരളത്തിന്റെ മലനിരകൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ആസ്വദിക്കുവാൻ കഴിയുന്നത്. എന്ത് ഭംഗിയാണ് കാണാനല്ലേ? വയലും മലയും അതുപോലെ തന്നെ പുഴയും കാടിന്റെ ഓരത്തുകൂടിയുള്ള നടത്തവും തമിഴ്നാട്ടുകാരുമായുള്ള സല്ലാപവും കൃഷിയുടെ കാഴ്ചകളും തണുത്ത കാറ്റും
എന്ത് വേണ്ട, തമിഴ്നാട് ഒരു വല്ലാത്ത വൈബായി കാണുന്ന ഒരു കാഴ്ചയെന്ന് പുതിയ ആൾക്കാർ പറയുന്ന പോലെ അത് തന്നെയാണ്. തനി നാടൻ ഗ്രാമക്കാഴ്ചകൾ നൽകുന്ന പുളിയറയിലെ ഈ ഉൾനാടൻ ഗ്രാമത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരുപാട് തമിഴ് സിനിമകളുടെ ചിത്രീകരണത്തിന് ഇവിടം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതുപോലെ മലയാള സിനിമകൾക്കും ആൽബങ്ങൾക്കും ഒക്കെയായി ആളുകൾ ഇവിടെ തിരക്കി വരാറുണ്ട് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ ഒരുക്കുന്ന ഈ സ്ഥലത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ തന്നെ അറിയാം, എവിടെ ഒന്ന് ക്യാമറ വെച്ചാലും ഒരു ഫ്രെയിമാണ്. ലൈറ്റിംഗ് ആണെങ്കിൽ അപാരമായ ലൈറ്റിംഗ് ആണ്. ചെറിയ ഷെയ്ഡുകൾ കൊണ്ട് തന്നെ നമുക്ക് ചിത്രീകരണം നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാടിന്റെ പല സ്ഥലങ്ങൾ. ഇപ്പോഴും ചാറ്റൽ മഴയാണ് ഇവിടെ. കാരണം കൊല്ലം ജില്ലയുടെ അതിർത്തിയിൽ ചേർന്ന് കിടക്കുന്ന വനപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ പുളിയറയിലെ ഉൾഗ്രാമങ്ങൾ. അതുപോലെ തന്നെ അവിടെ എപ്പോൾ ചെന്നാലും ഒരു ചാറ്റൽ മഴ ഉണ്ടാകും. നമ്മുടെ മഴക്കാലം അവർക്ക് ഏറ്റവും കൂടുതൽ ജലം നൽകുന്ന ഒരു സമയം കൂടിയാണ്. ആമ്പലും താമരക്കുളങ്ങളും അതുപോലെ കൊച്ചു കൊച്ചു കോവിലുകളും വലിയ പുരാതനമായ ക്ഷേത്രങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ പുളിയറയിലെ ഉൾഗ്രാമം. ഈ ഗ്രാമത്തിലാണ് ഏറ്റവും പേരെടുത്ത പുണ്യപുരാതനമായ ദക്ഷിണാമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ പെർമിഷൻ ആവശ്യമാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള പുരാതന ക്ഷേത്രമാണ് ദക്ഷിണാമൂർത്തി കോവിൽ എന്ന് പറയുന്നത്. അവിടെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ചെങ്കോട്ടയിൽ നിന്നും അവിടെ ഓഫീസിൽ നിന്നും നമ്മൾ പൈസ അടച്ച് റെസിപ്റ്റ് കൈപ്പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ അനുവാദം തരൂ. അത്രയും പുരാതനമായ അകത്തളങ്ങളുള്ള ശിവന്റെ പ്രതിഷ്ഠയാണ് കേട്ടോ. ദക്ഷിണാമൂർത്തി എന്ന് ഉദ്ദേശിക്കുന്നത് ശിവനെയാണ്. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി, പക്ഷെ അവിടെ ഷൂട്ട് ചെയ്യണമെങ്കിൽ പെർമിഷൻ ആവശ്യമാണ്. ഒരു ദിവസം നമുക്ക് ആ ദക്ഷിണാമൂർത്തി കോവിലിന്റെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് പകർത്തി തരും. മഞ്ഞു മൂടിയ മലനിരകൾ, നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ ചെന്നിരിക്കുന്ന അതേ ഒരു പ്രതീതിയാണ് ഇപ്പോൾ. അതുപോലെ വയലിൽ മേയുന്ന പശുക്കളും ആടുകളും അതുപോലെ വയലിൽ കൃഷി ചെയ്യുന്ന കർഷകരെയൊക്കെ നമുക്ക് ദൂരക്കാഴ്ചയിൽ കാണാം. ഏതായാലും നമുക്ക് ഇനിയും മനോഹരമായ ദൃശ്യങ്ങൾ തരുന്ന ഈ തമിഴ്നാടിന്റെ ഏത് ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വല്ലാത്ത സന്തോഷമാണ്. കാരണം അവര് ജോലി കഴിഞ്ഞ് വരുന്നു, നമ്മളെ കണ്ടാൽ സംസാരിക്കുന്നു, കുശലങ്ങൾ ചോദിക്കുന്നതേ അമ്മച്ചിമാരും ചേച്ചിമാരും ഒക്കെയുണ്ട്. അവർ നടീര് കഴിഞ്ഞിട്ട് വരികയാണ്. ഇവിടെയൊക്കെ നല്ല നടീരായിരുന്നു. നമുക്ക് ഇറങ്ങി ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമാ ചിത്രീകരണവും ആൽബവും ഒക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. കാരണം ഈ ആൽബം ഷൂട്ടിങ്ങും സിനിമാ ചിത്രീകരണം ഒക്കെ നടക്കുന്ന കാര്യം അവിടുത്തെ സ്ഥലത്തിന്റെ ആംബിയൻസ് തന്നെയാണ്. നായകനും നായികയും ഒക്കെ പാട്ടുപാടി നടക്കാൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് അവിടുത്തെ ലൊക്കേഷൻ ഇഷ്ടപ്പെട്ടാൽ തന്നെ അറിയാതെ തന്നെ അഭിനയം വരും. ഞാനത് കണ്ടപ്പോൾ എനിക്ക് തന്നെ മൂളിപ്പാട്ടൊക്കെ പാടി നടക്കണമെന്ന് തോന്നി. ഞാൻ 2 റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്ത്. ഏതായാലും നമ്മുടെ തമിഴ്നാട്ടുകാർക്ക് ആരും കാണാനും നോക്കാനും ഷൂട്ടിംഗ് നടന്നാൽ പോലും മൈൻഡ് ചെയ്യാനും സമയമില്ല. അവർ ജോലിയാണ്, ജോലി തിരക്കാണ്. അവരിപ്പോ പോകുമ്പോൾ സംസാരിച്ചാൽ തിരിഞ്ഞ് സംസാരിക്കും, കുശലം പറയും. അതൊക്കെയാണ് തമിഴ്നാട്ടുകാർ. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് കാഴ്ചകൾ, തമിഴ്നാടിന്റെ കാഴ്ചകൾ നമ്മുടെ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല കാഴ്ചകളുമായി വരാം. ഈ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടു പോവുക എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഈ കാഴ്ചകൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാഴ്ചകളാണ്. നമ്മുടെ ഉൾനാടൻ തമിഴ് ഗ്രാമങ്ങളിൽ കൂടി ഇപ്പോൾ കൃഷിയുടെ കാലമാണ്. ഈ സമയത്താണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. കൃഷി ഇറക്കുന്ന സമയമാണ്. കേരളത്തിന്റെ ഭാഗമായിരുന്ന പുളിയറയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ്. അവിടെ ഒരുപാട് ചേച്ചിമാര് നടുന്നുണ്ട് കേട്ടോ. നടിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വരമ്പുകളൊക്കെ അവിടുത്തെ പേർക്ക് നടന്നു പോകാനുള്ള വരമ്പൊന്നുമില്ല. ചെളിയിൽ കൂടി നടന്നു പോകണം, ഒരുപാട് ദൂരം പോകണം. അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞത്. പക്ഷെ അടുത്ത ഇങ്ങോട്ടൊക്കെ കുറെ നടീൽ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നടമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാം. എന്തായാലും എന്ത് രസമുള്ള കാഴ്ചകളാണ്. തമിഴ്നാട്ടിൽ ഇങ്ങനെ എത്ര യാത്ര ചെയ്താലും നല്ല കാറ്റാണ്. ഈ ചുറ്റിനും കാണുന്ന മലനിരകളിൽ നമ്മളിങ്ങനെ മഞ്ഞ് മൂടി വരുന്നു. ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ പോകുന്ന ഒരു കാഴ്ച. തമിഴ്നാട്ടിൽ മഴ പെയ്താൽ നല്ല കാലാവസ്ഥയാണ്. നമ്മുടെ കൊല്ലത്തിന്റെ മഴക്കാഴ്ചകളെല്ലാം തമിഴ്നാട്ടിലേക്ക് പടർന്നിറങ്ങി കിടക്കുകയാണ്. ഇതെല്ലാം കൊല്ലത്തിന്റെ ഭാഗമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാമരാജിന്റെ കാലത്ത് വിഭജിച്ചു പോയപ്പോൾ ഇതങ്ങനെ തമിഴ്നാട്ടിലേക്ക് വന്നു, നമ്മുടെ കന്യാകുമാരിയൊക്കെ പോയ പോലെ. ഏതായാലും കുറെ ഭാഗങ്ങളൊക്കെ ഇപ്പോഴും കൊല്ലത്തിന്റെ ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ ജീവിത രീതികളും ഒക്കെയാണ്. തമിഴ്നാട്ടുകാർ പലരും നമ്മൾ വരുമ്പോൾ വളരെ ഇഷ്ടത്തോടെ സംസാരിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് കാഴ്ചകൾ കാണാം. ഇനിയും മഞ്ഞിങ്ങനെ മൂടി വരികയാണ്, നല്ല മഴയാണ്.